പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പാകിസ്ഥാനി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ മന്തിൻ്റെ അരി വെള്ളത്തിലിട്ടിക്കുകയാണ് പൊതിരാൻ വേണ്ടിയിട്ട്. ബസ്മതി അരിയാണ് പൊതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിക്കുകയാണ്. പിന്നെ 1 കിലോ അരി, 1 കിലോ ബീഫ്, പിന്നെ അതിക്ക് വേണ്ടതാണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, പിന്നെ ബീഫ് മസാല, മുളക് പൊടി, കുരുമുളക്, ഏലക്കായി, പട്ട, അതെല്ലാം ഗ്രാമ്പൊക്കെ ഉണ്ട്. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ 1 കിലോ അരിക്ക് 4 വലിയ ഉള്ളിയാണ് വേണ്ട. അപ്പോൾ 1 ചെറുതാവുകൊണ്ട് 5 എടുത്തിട്ടുണ്ട്. പിന്നെ 3 തക്കാളി, 1 നാരങ്ങ, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പ് വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കണം. അതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാൻ ഇതിപ്പോൾ കാണിച്ചു തരൊന്നും വേണ്ട, എന്നാലും ഒരു കുക്കിംഗ് അറിയുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. പക്ഷേ കരിയാതെയും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ എണ്ണയ്ക്ക് തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ സവാള നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോവാതിരിക്കുക. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കുക. കനല്ലാതെ കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ പാകിസ്ഥാനി ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതിൽ ഓവറായിട്ട് മസാല ഉണ്ട്, ഭയങ്കര എരിവും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മസാല ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ തന്നെ ആർക്കും മസാല ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിനൊരു മീഡിയം ലെവലിൽ മസാലകൾ ചേർത്തിട്ട്, നമ്മൾ ഓവറായിട്ട് മസാലയും എണ്ണയൊന്നും ഇപ്പോൾ നമ്മളെ ഹെൽത്തിനും നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറക്കും കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് തോന്നുന്നത് കുറേ പണിയെടുക്കാണ്ട്, ഉള്ളി വറുക്കണം, അത് വറുത്ത് കോരിയിട്ട് പിന്നെ അത് കുറച്ച് മിക്സിയിൽ അരക്കണം. പക്ഷേ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒക്കെ കൂടി നമ്മൾ നല്ലോണം ചട്ടിയിലിട്ട് തിരുമ്പിതാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ഒറ്റ വേവിക്കൽ. പിന്നെ അതേപോലെ ഇതിൻ്റെ റൈസും തന്നെ വേണ്ടവർക്ക് റൈസ് നമ്മൾ നെയ്ച്ചോറിന് വെക്കും പോലെ വെള്ളം വറ്റിച്ചിട്ട് എടുത്തിട്ടും ഇതാക്കാം. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുത്തിട്ട് ഒരു ട്രിപ്പും കൂടി ഇടാണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഉള്ളി നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ 3 തക്കാളി 3 പച്ചമുളകും കൂടി മിക്സിയിൽ അടിച്ച് നല്ലോണം പേസ്റ്റ് ആക്കണം. ഇത് മുളക് ക്രഷ് ചെയ്ത മിക്സിൻ്റെ ജാറാണ്, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് മുളകാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഞാനെപ്പോഴും ഇതിലിട്ടിട്ടാണ് ചതക്കൽ. മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണില്ലേറെ ഒന്നും കൂടി നല്ലത് എന്താണെന്ന് അറിയും, ഇതിലിട്ട് ചതച്ചെടുക്കുക ബിരിയാണിക്കും ബീഫുക്കും ഒക്കെ. പിന്നെ പേസ്റ്റ് ആക്കേണ്ടടുത്ത് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കും. അപ്പോൾ നമ്മൾ പാത്രത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അത് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ. നെയ്യ് നമ്മൾ ബീഫിക്ക് കുറച്ച് ബീഫിൻ്റെ നെയ്യ് തന്നെ ചേർക്കണം, ബിരിയാണി ആണെങ്കിലും വരട്ടുകയാണെങ്കിലൊക്കെ. അപ്പോൾ 2 സ്പൂണ് ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 3 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതുണ്ട്. പിന്നെ കുരുമുളക് ചതക്കാതെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായ, മരുന്നുകൾ, ചുറ്റുമരുന്ന് എല്ലാം കൂടി കുറച്ച് നമുക്ക് വെള്ളം തിളപ്പിക്കണേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് ലേശം വേപ്പിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യാം. പിന്നെ പൊടികളാണ് നമുക്ക് ചേർക്കേണ്ടത്. 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം ചതച്ചത് 1 സ്പൂണ്, ജീരകം വലിയ ജീരകമാണ് ചേർക്കേണ്ടത്. പിന്നെ ബീഫ് മസാല, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും, 1 സ്പൂണ് നാരങ്ങ നീര്, പിന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളിയിൽ നിന്ന് പകുതി ഉള്ളി മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് പേസ്റ്റാക്കി പാരുക, പകുതി ഉള്ളി അങ്ങനെ ഇട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല കുഴച്ച് മിക്സ് ചെയ്യണം. കുഴച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ വരുന്നുണ്ട്. ആ ഉള്ളി വറുത്ത് അരച്ചില്ല, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു. ഇത് ഉള്ളി മൂപ്പിച്ചെടുത്ത എണ്ണയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ചട്ടിയിൽ ബീഫ് ഇട്ടെടുത്തു. ഇനി നല്ലോണം കടന്ന് വെന്തിട്ട് വേണം ബാക്കിയുള്ള നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി അരച്ച മിക്സിയിലെടുത്ത വെള്ളമാണ്, അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ അങ്ങനെ. അപ്പോൾ
അപ്പോൾ നമ്മൾ ബീഫ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 മണിക്കൂറോളം വേണ്ടി വരും വെന്ത് വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ അരി തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിക്കണു. അതിക്ക് ഏലക്കായും പട്ടയും നാരങ്ങ 2 പീസാക്കിയിടുക. പിന്നെ ഉപ്പും മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർക്കുക. അപ്പോൾ നമുക്ക് തിളപ്പിക്കാതെയും വെക്കാം. വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കും പോലെ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ 2 വിധത്തിലും ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിക്കണം എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അരി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊറ്റിയേക്കാം. പിന്നെ അതിൻ്റെ വേവ് പറഞ്ഞു തരണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാം. അത് ഒരു 15-20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം ബീഫ് വേവിച്ച എണ്ണ എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചോറ് ദമ്മിടുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നന്നടിയിൽ ബീഫ് മസാല ഇട്ട് കൊടുത്താൽ അത് സപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറ്. അപ്പോൾ മുകളിലാവുമ്പോൾ എത്രയും പെട്ടെന്ന് എടുത്ത് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ കഴിയുമല്ലോ, അതിനാണ് മുകളിലിട്ട് കൊടുത്തത്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോറ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പും പുതിന എല്ലാം ചേർത്തിട്ട് തക്കാളി ചെറിയ പീസാക്കി കനല്ലാതെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു നാരങ്ങൻ്റെ പീസും ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ ഒരു വാഴൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ദമ്മിടുകയാണ് ഏറ്റവും നല്ലത്. അത് പറഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോൾ അടപ്പുമ്പോൾ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് ഇങ്ങനെ വാഴൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ 15 മിനിറ്റോളമായി ദമ്മിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കുക എന്താണ് ഉള്ളത് നോക്കി വെക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ മസാല ഒന്നും കരിയൊന്നും ചെയ്തിട്ടില്ല. തക്കാളിയും മല്ലിച്ചപ്പും ഒക്കെ അതുപോലെ കിടക്കുന്നുണ്ട് നല്ല വൃത്തിക്ക്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഇളക്കി നോക്കുന്ന കണ്ടോ, നല്ല അടിപൊളി ഒരു അപ്പോൾ നമ്മൾ അടിപൊളി പാകിസ്ഥാനി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.